യെസ്, വാർത്തകൾ വിശദമാകുമ്പോൾ ആദ്യം ആലപ്പുഴയിലെ അപകടത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതിന്റെ കാരണങ്ങൾ, അതിന്റെ CCTV ദൃശ്യങ്ങൾ, സംഭവ സ്ഥലത്തുള്ള ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകൾ കൂടി പ്രതീക്ഷിക്കുന്ന സമയമാണ്. വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. ഇനിയിപ്പോൾ പൊതുദർശനം അടക്കമുള്ള കാര്യങ്ങൾ, അവരെ വീട്ടിലേക്ക് എത്തിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അതിനു മുൻപ് ഈ സംഭവ സ്ഥലത്തു നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കൂടെ പോകാം. ആലപ്പുഴ കളർക്കോട് 5 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന്റെ ഞെട്ടലിൽ നിന്ന് ഇതുവരെയും KSRTC ജീവനക്കാരും മുക്തരായിട്ടില്ല. 1 മണിക്കൂറോളം എടുത്താണ് രക്ഷാപ്രവർത്തനം നടത്തിയതെന്ന് ജീവനക്കാർ മീഡിയ വണ്ണിനോട് പറഞ്ഞു. യെസ്, എന്തായാലും ഏതാണ്ട് 1 മണിക്കൂറോളം എടുത്തു ഈ കാറിൽ നിന്ന് ആളുകളെ പുറത്തെടുക്കാൻ എന്നാണ് പറയുന്നത്. KSRTC ജീവനക്കാരായിരുന്നു അവിടെയുള്ളത്. അവരുടെ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. വണ്ടി ഒരു നിശ്ചിതാവധി ഞാൻ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വണ്ടി വന്നൊരു ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞ് ഞാൻ ഓവർടേക്ക് ചെയ്ത് ഒത്തിരി റോങ് സൈഡ് വണ്ടി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്ത് ഞാൻ മാക്സിമം എനിക്ക് ഒതുക്കാൻ പറ്റുന്ന സ്ഥലത്ത് ഒതുക്കി. ഈ വണ്ടി നേരെ ഒരു ചരിഞ്ഞിങ്ങനെ സ്ട്രേറ്റ് ഓടി വരുമല്ലേ, ഇത് ചരിഞ്ഞ് വന്ന് നമ്മുടെ വണ്ടിയുടെ അടിപൊളിയിലോട്ടങ്ങ് കയറുക. മഴ കാരണം സ്കിഡ് ചെയ്ത് വന്നതാണ്. അങ്ങനെ തന്നെ സ്കിഡ് ചെയ്താ വന്നല്ല, ഓടി വരുമല്ലോ. സ്കിഡ് ചെയ്ത വണ്ടി ചവിട്ടിയപ്പോൾ അവര് സ്കിഡ് ചെയ്ത് നേരെ നമ്മുടെ വണ്ടിയുടെ അടിയിലോട്ട് ഒരു സൈഡ് ലെഫ്റ്റ് സൈഡാണ് നമ്മുടെ വണ്ടിയുടെ സൈഡിലോട്ട് വന്ന് കയറുന്നത്. മറ്റു വാഹനങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിരുന്നോ? അന്നേരം പ്രത്യേകിച്ച് വാഹനങ്ങളൊന്നും ഇല്ല ഇവിടെ. മഴ കാരണം ബ്രേക്ക് കിട്ടാതെ എന്തോ അതിനെപ്പറ്റി നമുക്കറിയത്തില്ല. അത് വന്ന് നമ്മളെ ചവിട്ടി ഹിറ്റ് നമ്മള് സ്ട്രേറ്റ് അല്ല, എങ്ങനെ വെള്ളത്തിന്റെ ആണോ എന്തോ നേരെ നമ്മള് ലെഫ്റ്റ് സൈഡ് നമ്മുടെ വണ്ടിയിലോട്ട് വന്ന് കയറി നിൽക്കുന്നത്. അത് കഴിഞ്ഞോ പെട്ടെന്ന് തന്നെ ആളുകൾ ഇറങ്ങി അവര് നാട്ടുകാരെല്ലാം ഓടി വന്നു. പിന്നെ അവര് തന്നെ വണ്ടിയെ കയറി റിവേഴ്സ് മാറ്റിയിട്ടാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയത്. അപകട സാധ്യതയുള്ള സ്ഥലമുള്ള സ്ട്രേറ്റ് റോഡാ കാണാം. കണ്ടുകൊണ്ട് മാത്രം നമുക്ക് ഒതുക്കി ചവിട്ടാൻ പറ്റി. കാണാൻ പറ്റിയ സ്ഥലമായിരുന്നു സെന്ററിൽ നിന്ന് തന്നെ. എനിക്ക് മാക്സിമം വണ്ടി വരെ കണ്ടപ്പോൾ എനിക്ക് മാക്സിമം എനിക്ക് ഒതുക്കാൻ പറ്റി. അതുകൊണ്ട് കാണാൻ പറ്റിയുണ്ട് മാക്സിമം ഇടത്തോട്ട് ഒതുക്കാൻ പറ്റി. പക്ഷെ നേരെ വന്ന് ഞാൻ ആലപ്പുഴയിൽ നിന്ന് കയറി യാത്രക്കാർക്ക് ടിക്കറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ബസ്സിൻ്റെ നടുഭാഗത്ത് വരെ എത്തി. അപ്പോഴാണ് ഇങ്ങനെ ഒരു കാറ് പാഞ്ഞു വരുന്ന കണ്ടത്. അത് നേരെ സ്ട്രെയിറ്റ് വന്നല്ല ഇടിച്ചത്. അത് വന്നിട്ട് ഈ വലതുവശത്തേക്ക് വന്ന് പറന്നു വരുന്ന പോലെയാണ് വന്നിട്ട് ബസ്സിൻ്റെ മുൻഭാഗത്തേക്ക് അതിൻ്റെ ഇടത് ഭാഗത്തെ 2 റോയിലെ സീറ്റുകൾ ഇടിച്ച് ബസ്സിൻ്റെ അകത്തേക്ക് കയറിപ്പോയി. ഒന്നും ചെയ്യാനൊക്കാത്ത അവസ്ഥയിൽ ബസ്സിൻ്റെ ആ കാറിൻ്റെ അവസ്ഥ കണ്ടാൽ അറിയാം. അത്രയും ഭാഗം എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ചളുങ്ങി വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എന്തായാലും വളരെ ദാരുണമായൊരു സംഭവമായിപ്പോയി. ഞാൻ ഇറങ്ങി ചെന്ന് നോക്കിയപ്പോൾ അതിനകത്തിൽ ചെറുപ്പക്കാരായ കുറേ പേര് ഇരിക്കുന്നതാണ് കണ്ടത്. അവർ അബോധാവസ്ഥയിലായിരുന്നു. അപ്പോൾ സാധാരണ നാട്ടുകാരൊക്കെ കൂടി, പക്ഷെ അവരെ കൊണ്ടൊന്നും നടന്നില്ല. പിന്നെ ഫയർഫോഴ്സ് എത്തിച്ചേർന്ന് 1 മണിക്കൂറോളം കഷ്ടപ്പെട്ടിട്ടാണ് കട്ടർ വെച്ച് മുറിച്ചും എന്നിട്ട് വടം വെച്ച് ഒക്കെ വലിച്ചുമൊക്കെയാണ് അവരെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. എന്തായാലും വലിയ ഒരു സംഭവമായി പോയി. എന്തായാലും കാറിന് ഓവർ സ്പീഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായാലും അങ്ങനെ ഓടി വരുന്ന ഒരു വാഹനം പെട്ടെന്ന് വലതുവശത്തേക്ക് ഇത്രമാത്രം പറന്നു വരുന്ന പോലെ വന്ന് സ്കിഡായി വരികയില്ല. അത് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ എനിക്കറിയില്ല. ഞാൻ നടുക്ക് നിൽക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു സംഭവമുള്ളതായിട്ട് എനിക്കറിയില്ല. എന്തായാലും അതിദാരുണമായൊരു സംഭവമായിപ്പോയി എന്നുള്ളതാണ്. ഞങ്ങളുടെ ഞെട്ടലിൽ നിന്ന് ഇപ്പോഴും ഞങ്ങൾ മാറിയിട്ടില്ല. നാട്ടുകാർ വളരെ വളരെ കാര്യമായി ഇടപെട്ടു. അതിഭയങ്കരമായ ശബ്ദമായിരുന്നു. അതുകൊണ്ട് തന്നെ നാട്ടുകാരോടൊന്നും തന്നെ അത് 9 സമയമാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഓടിക്കൂടി. എന്തായാലും വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് ഫയർഫോഴ്സിനെ അറിയിക്കാനത്ത് പോലീസ് എത്തി, MVD എത്തി, എല്ലാവരും വളരെ കൃത്യമായിട്ട് എത്തിച്ചേർന്നു. അവരെ ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞു. പിന്നെ ബസ്സിലുണ്ടായിരുന്ന മുൻഭാഗത്തിരുന്നവർക്ക് നന്നായിട്ട് പരിക്കേറ്റിട്ടുണ്ട്. അവരുടെ പല്ലും ഒക്കെ പോയിട്ടുണ്ട്, മൂക്ക് പോയിട്ടുണ്ട്, പിന്നെ സ്റ്റിച്ച് ഇടേണ്ടി വരുന്നിട്ടുണ്ട്, തല പൊട്ടിയവരുണ്ട്, കൈ പൊട്ടിയുണ്ട്. അങ്ങനെ അത്രമാത്രം ഒരു വലിയ ദാരുണമായ അപകടം തന്നെയാണ് നടന്നത്. ആ ശബ്ദം അതിഭയങ്കരമായിരുന്നു. അവരെ ആരും പുറത്തോട്ട് പോയി തെറിച്ചു പോയിട്ടില്ല. ഒരു സ്ത്രീ മാത്രം വണ്ടിക്കകത്ത് തന്നെ വീണുപോയി. എന്തായാലും ഭാഗ്യത്തിന് പുറത്തേക്ക് തെറിച്ചു പോയില്ല. അങ്ങനെ ഒരു വലിയ ഭാഗ്യമുണ്ടായി. അപ്പോൾ ആ ബസ്സിലുണ്ടായിരുന്നവർക്കും വളരെ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. അവരെല്ലാം ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നടന്ന സംഭവം. അതെനിക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം ആ സിഗ്നലിന് മുമ്പുള്ള സ്ഥലമാണ്, നേരെ സ്ട്രെയിറ്റ് ആയ റോഡാണ്. ഇത് മഴയും അമിത വേഗതയും, മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അമിത വേഗതയിൽ നിയന്ത്രണം തെറ്റിപ്പോയതാകാനാണ് സാധ്യത എന്നേ എനിക്ക് പറയാൻ കഴിയും.
യെസ്, എന്തായാലും ആ ജീവനക്കാരൻ പറഞ്ഞതുപോലെ തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഇങ്ങനെ പറന്നു വരുന്നത് പോലെ വന്ന് ഇടിക്കുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാനോ ആലോചിക്കാനോ കഴിയുന്ന അത്ര പോലും സമയം ഉണ്ടായിരുന്നില്ല. അതിനു മുൻപാണ് ആ ഒരു ഇടി ഉണ്ടായിരിക്കുന്നത്. ഈ കാറിലുള്ളവർ മരിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് KSRTC ബസ്സിലിരുന്ന ധാരാളം പേർക്കും പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും അതിൻ്റെ ഒരു ആഘാതത്തിൽ നിന്ന് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകളോ ഇതിന് സാക്ഷ്യം വഹിച്ച KSRTC ജീവനക്കാരോ ഒന്നും മുക്തരായിട്ടില്ല എന്നുകൂടി അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നതാണ്. ഇനി അപകടവുമായി ബന്ധപ്പെട്ട തുടർ വാർത്തകൾ. ഇനിയിപ്പോൾ ഈ 5 പേരുടെ മൃതദേഹം അവരെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ പൊതുദർശനത്തിന് വെക്കുമെന്നുള്ള കാര്യം, പിന്നീട് അവരെ അതത് ജില്ലകളിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. ലക്ഷദ്വീപിൽ നിന്നടക്കമുള്ള വിദ്യാർത്ഥിയുണ്ട്. ഒപ്പം തന്നെ പരിക്കേറ്റ ആളുകളുടെ നില, അവരുടെ നില എങ്ങനെ തുടരുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ കൂടി അപകടവുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതുണ്ട്. ലിഡിയ ജേക്കബ് വിവരങ്ങൾ നൽകും. ലിഡിയ, ഇൻക്വസ്റ്റ് നടപടികളൊക്കെ രാവിലെ പൂർത്തിയായിരുന്നു. ഇനി പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ടോ? അപ്പോൾ ഏത് സമയത്തോടു കൂടിയാണ് പൊതുദർശനം ആരംഭിക്കാൻ കഴിയുക? തുടർന്ന് അങ്ങോട്ടുള്ള ക്രമീകരണങ്ങളിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ടോ? ജിൽസി, ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. 8 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ ഇന്നലെ തന്നെ പൂർത്തിയായി. ഇന്നലെ ഒരു രാത്രിയോടെ തന്നെ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇനി പോസ്റ്റ്മോർട്ടം ചെയ്ത് ഇനി ആലപ്പുഴ വണ്ടാരം മെഡിക്കൽ കോളേജിൽ തന്നെ വിദ്യാർത്ഥികളുടെ മൃതദേഹം അവിടെ പൊതുദർശനത്തിന് വെക്കും. അത്തരത്തിലാണ് നടപടികളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. വളരെ വേഗത്തിൽ, ഒരു പ്രത്യേക സാഹചര്യമായതിനാൽ തന്നെ വളരെ വേഗത്തിൽ നടപടികളൊക്കെ തന്നെ പൂർത്തിയാക്കുന്നുണ്ട്. ഇപ്പോൾ ആരോഗ്യമന്ത്രി അടക്കം ആരോഗ്യമന്ത്രി നേരിട്ട് ഇടപെട്ടാണ് ഇത്തരത്തിൽ നടപടികളെല്ലാം തന്നെ വളരെ വേഗത്തിൽ പൂർത്തിയാക്കി മുന്നോട്ടേക്ക് പോകുന്നത്. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഉടനെ തന്നെ വണ്ടാരം മെഡിക്കൽ കോളേജിൽ തന്നെ ഈ വിദ്യാർത്ഥികളുടെ എല്ലാവരുടെയും മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. ശേഷമാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. അത്തരത്തിലാണ് ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്ന കാര്യങ്ങൾ. 8 മണിയോടെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ ആരംഭിക്കുമെന്നാണ് നമുക്കറിയാൻ സാധിച്ചത്. അത്തരത്തിൽ നടപടികളൊക്കെ അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇത്തരത്തിൽ പൊതുദർശനവും കാര്യങ്ങളും ഒക്കെ നടക്കുക. വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. വലിയ ദാരുണമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്നത്. അതിന്റെ ഞെട്ടലിൽ തന്നെയാണ് ഇപ്പോൾ നമ്മൾ അല്പം മുമ്പ് ഡ്രൈവറോടും കണ്ടക്ടറോടും സംസാരിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ പോലും ഇതിന്റെ ഒരു ഞെട്ടലിൽ നിന്ന് ഇതുവരെയായിട്ട് മുക്തരായിട്ടില്ല. നമ്മളോട് സംസാരിക്കാൻ ആദ്യം ഒന്ന് വിമുഖതയൊക്കെ കാണിച്ചെങ്കിലും, കാരണം ആ ഒരു ഞെട്ടലിൽ തന്നെയാണ്, ആ ഒരു വിമുഖതയൊക്കെ ചെറിയ രീതിയിൽ കാണിച്ചെങ്കിൽ പോലും നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് ആ ഒരു വലിയ ഞെട്ടലിൽ തന്നെയാണ്. 5 പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിന്റെ വലിയ ഞെട്ടലിൽ തന്നെയാണ് കണ്ടക്ടർ അടക്കം KSRTC ജീവനക്കാരൊക്കെ ഉള്ളത്. ആ ഒരു വലിയ ഞെട്ടലിൽ തന്നെയാണ് അവരിപ്പോൾ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ പോലീസിൽ മൊഴി നൽകാനായി എത്തിയിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളോട് സംസാരിച്ചത്. അവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ അതായത് KSRTC ബസ് വരികയായിരുന്നു, സൈഡ് ചേർന്ന് വരികയായിരുന്നു. അപ്പോൾ KSRTC ബസ്സിലേക്ക് പെട്ടെന്ന് വന്ന് ഇടിക്കുകയായിരുന്നു. കണ്ണ് ചിമ്മി തുറക്കുന്നതിന് മുൻപേ എല്ലാം അവസാനിച്ചു എന്നൊരു രീതിയിലുള്ള പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം നടത്താനായി, അത് ആദ്യം ഘട്ടത്തിൽ 1 മണിക്കൂറോളം എടുത്താണ് ഈ കാർ വെട്ടിപ്പൊളിച്ചാണ് വിദ്യാർത്ഥികളെ, അതായത് പരിക്കേറ്റവരെയും മരണപ്പെട്ടവരെയും ഒക്കെ പുറത്തെടുത്തത്. ഈ വലിയ ശബ്ദത്തോടു കൂടി, വലിയ ശബ്ദം കേട്ടാണ് നാട്ടുകാരൊക്കെ ഓടിക്കൂടിയത്. അത് കഴിഞ്ഞ് നേരെ നാട്ടുകാരൊക്കെ ഓടിക്കൂടിയതിനു ശേഷം ആളുകളെ പുറത്തെടുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. തുടർന്ന് ഫയർഫോഴ്സ് എത്തി. പെട്ടെന്ന് തന്നെ നടപടികളൊക്കെ നടത്തി. അതിന്റെ ഒരു ഫലമായാണ് ഇത്രയെങ്കിലും ഒരു ഇതിലേക്ക്, അതായത് 5 പേരുടെ മരണമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ മരണത്തിലേക്കൊന്നും പോകാതെ എത്തിച്ചതിൽ നാട്ടുകാരടക്കം പെട്ടെന്ന് ഇടപെട്ട് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നു. അത്തരത്തിലാണ് കണ്ടക്ടറും ഡ്രൈവറും ഒക്കെ നമ്മളോട് പ്രതികരിച്ചത്. പിന്നെ നല്ല മഴയും ഒപ്പം അമിത വേഗത ഉണ്ടായിരുന്നു എന്ന് കൂടി സംശയിക്കണം എന്ന് തന്നെയാണ് കണ്ടക്ടറും കണ്ട ആളുകളും പറയുന്നത്. അത്ര തന്നെയാണ്. ഇത്തരത്തിലാണ് കണ്ടക്ടറിന്റെയും ഡ്രൈവറിന്റെയും ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം അങ്ങനെയാണ്. ഇനിയിപ്പോൾ വിശദമായിട്ടുള്ള പരിശോധനയ്ക്കും നടപടികൾക്കുമൊക്കെ ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള ഒരു വിവരങ്ങൾ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി മോട്ടോർ വാഹന വകുപ്പും പോലീസിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കേണ്ടതുണ്ട്. ആ ഒരു അന്വേഷണത്തിൽ കൂടി മാത്രമേ എന്ത് കാരണം കൊണ്ടാണ്, എന്താണ് കൃത്യമായിട്ടുള്ള കാരണം, ബ്രേക്ക് നഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിയന്ത്രണം നഷ്ടപ്പെടാനുള്ള ഒരു കാരണം എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ടുള്ള രീതിയിൽ അറിയണമെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള പരിശോധനയ്ക്കൊക്കെ ശേഷം മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് കടക്കാനും അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. പോലീസ് ഏതായാലും അന്വേഷണമൊക്കെ കാര്യമായി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് കണ്ടക്ടറുടെയും ഡ്രൈവറുടെയും മൊഴിയെടുക്കാനായി ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ
സ്റ്റേഷനിലേക്ക് യെസ് എത്തിച്ചിരിക്കുന്നത്. ലേഡി, എന്തായാലും ഉടനെ തന്നെ, ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുമെന്ന് അറിയുന്നുണ്ട്. പോലീസ് KSRTC ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും ഒക്കെ മൊഴിയെടുക്കാൻ അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ അവസരോചിതമായ നാട്ടുകാരുടെ ഇടപെടൽ കൂടി ഈ അവസരത്തിൽ പറയേണ്ടതാണ്. അവർ വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തിച്ചതുകൊണ്ട് അവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിച്ചു എന്നുള്ളതാണ്. എന്നാലും 5 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഇനി പൂർത്തീകരിക്കും. അതിനുശേഷം വണ്ടാനം മെഡിക്കൽ കോളേജിൽ പൊതുദർശനത്തിന് വച്ച ശേഷമായിരിക്കും ഓരോ വിദ്യാർത്ഥികളെയും അവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. അപകടവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നൽകുകയായിരുന്നു ലിഡിയ ജേക്കബ് കൊച്ചിയിൽ നിന്നും.